ആരാധകരെ ശാന്തരാഘവൻ. വാർഡ് മെമ്പർ ആന്നേ കക്കൂസ് രമണിക്ക് 2, കോഴിക്കോട് സുധയ്ക്ക് 1 തന്നിരിക്കും. യോ വെല്ലുമാല ഇടല്ലേ, കഴുത്തു പോവും. വലിക്കാതെ വലിച്ച് തോറ്റാല് സ്വപ്നം കാണുന്നതിനൊന്നും ഒരു കുറവുമില്ല. അടുത്ത സമ്മേളന സ്ഥലത്തോട്ട് പോവാണ്. ജീപ്പേന്ന് തള്ളി താഴെ ഇടല്ലേ. സ്വപ്നമായിരുന്നോടാ. എന്നാലും സ്വപ്നത്തിലെങ്കിലും ഒരു മെമ്പർ ആയല്ല. തോറ്റമ്മ പെറ്റമ്മ കയറി തോറ്റമ്മന്ന് പറയല്ലേടാ. അങ്ങനെയല്ല, ഇലക്ഷനിൽ നിന്ന് 8 നിലയ്ക്ക് പൊട്ടിയെന്ന്. അതെപ്പോഴും പറയണേ, എനിക്ക് അറിയത്തില്ലയോ. അമ്മയടുത്ത് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു നിക്കല്ലേ എന്ന്. എന്നാ ഇരിക്കാം. ഇവിടെ നിക്കണ കാര്യമല്ല, പിന്നെ ഇലക്ഷനിൽ നിക്കലെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞ. അമ്മ അതിനിപ്പോ എന്താ പറ്റി? അമ്മ കാരണം ഇപ്പൊ എനിക്ക് വെളിയിലിറങ്ങി നടക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ കിടന്ന് നടക്കുന്നത്. തോറ്റാലും വാചകടിക്കൊന്നും ഒരു കുറവുമില്ല അമ്മയ്ക്ക്. എന്റെ പൊന്നു മോനെ, അമ്മയുടെ അതേ പേരുള്ള ഒരു അപരെ എതിർ സ്ഥാനാർത്ഥിക്കാർ നിർത്തിയതുകൊണ്ടല്ലേടാ അമ്മ തോറ്റത്. തോറ്റതാര്? ഞാന്. അപ്പൊ അമ്മയാണ് അവരാണ് ഒറിജിനൽ. എനിക്ക് അപ്പോഴേ അറിയാം, ആ ചിഹ്നം കിട്ടിയപ്പോഴേ ഞാൻ തോക്കുവന്ന്. ഈ ചിഹ്നത്തിന് എന്തോന്ന് കുഴപ്പം? ഇത് മത്തങ്ങ, അവരുടേത് കുമ്പളങ്ങ. കേട്ടിട്ടില്ലേ, മത്തം കുത്തിയ കുമ്പളം മുളക്കത്തില്ല. ഇവിടെ കുമ്പളമാണ് മുളച്ചത്. അത് കാർഷിക മേഖലയ്ക്ക് നേരിട്ട വിപത്താണെന്നാണ് ഞാൻ പറയുന്നത്. കുമ്പളം മുളക്കണ്ട്. കുമ്പളങ്ങ എന്താ കരയുന്നത്? അല്ല, എന്തിനാടാ കരയുന്നത്? അമ്മയ്ക്കറിയാമോ, അമ്മ ഇലക്ഷന് നിന്നപ്പോ തൊട്ട് അമ്മയുടെ ചെലവിന് കോഴിയും കൂടൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ ശശിയാമ്മന്റെ കടയിൽ നിന്ന് ഡെയിലി ഡബിൾ ഓംപ്ലേറ്റ് കഴിക്കുമായിരുന്നു. സിംഗിള് പോരായിരുന്നോടാ? ആ ചെറുതമ്മ. അതിന് എന്താ വേണം? ഇപ്പൊ അങ്ങേര് വിളിക്കുന്ന ചീത്ത കടയിൽ നിന്ന് 1 കിലോമീറ്റർ മാറി നിന്നാ പോലും എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം. അപ്പൊ നീ 2 കിലോമീറ്റർ മാറി നിക്കണം. അതിന് അവ്യക്തമായിട്ടല്ലേ കേക്കൂ. അമ്മയ്ക്ക് അങ്ങനെ പറയാമ്മ. ഞാൻ ഇപ്പൊ നാട്ടിലിറങ്ങി എന്റെ കാലടിച്ചൊടിക്കുമെന്നാണ് നാട്ടുകാർ പറയണത്. ദൈവം എന്തിനാടാ നിനക്ക് 2 കാല് തന്നിരിക്കുന്നത്? നടക്കാൻ അല്ല, ഓടാൻ. വലിച്ചു മക്കളെ, അമ്മ ആ 21ാം വാർഡ് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്, രജനിയോട്, ഒരു കോഴിയും കൂടും അവൾ ഒപ്പിച്ച് തരുവടാ. അമ്മ ഒരു കാര്യം പറയട്ടെ, വാഗ്ദാനം എന്ന് പറയുന്നതേ കൊടുക്കാനുള്ളതാ, പാലിക്കാനുള്ളതല്ല. അവരോടൊക്കെ ചോദിച്ചാൽ അവർക്കറിയാം. അമ്മ നോക്കിയാണ് അമ്മേനെ പാലിക്കപ്പെടാത്ത മൂത്ത വാഗ്ദാനം ബാഗും കൊണ്ടുവരുന്നു. എനിക്കിനി വയ്യ. ഇത്രയും ഭാരം ഉള്ളത് കൊണ്ട് വന്ന പിന്നെ വയ്യാതാവത്തില്ലേ? ചെറിയ ബാഗൊന്നും ഇല്ലായിരുന്നോ? അതല്ല, പിന്നെ അമ്മ ഒറ്റൊരാള് കാരണം എന്റെ അമ്മായിയമ്മയുടെയും ഭർത്താവിന്റെയും മുന്നിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇന്ന് മുട്ടുമടക്കി. അപ്പൊ ഇത്രയും നാള് മുട്ടേ കമ്പിയിട്ടേക്കുവായിരുന്നു. എന്നെ കളിയാക്കുന്ന രീതി വർത്താനം പറയരുത്. അമ്മ ഒറ്റൊരാള് കാരണം എന്റെ ഭർത്താവിന്റെ മുന്നിൽ ഞാനിപ്പോ തോറ്റ് നിൽക്കുക. ആദ്യമായിട്ടെങ്കിലും അളിയാൻ ജയിച്ചു കണ്ടല്ലേ അത് ചെറുക്കാൻ ഞാൻ വല്ല പറയും കേട്ടോ. അമ്മ ഇലക്ഷനിൽ നിന്ന് തോറ്റ കാരണമാണ് ഞാൻ എന്റെ വീട്ടുകാരുടെ മുന്നിൽ തോറ്റ് നിൽക്കുന്നത്. നീ നിന്റെ വീട്ടുകാരെ മുമ്പ് മാത്രമല്ലേ തോറ്റുള്ളൂ, ഒരു പഞ്ചായത്തിന്റെ മൊത്തം മുന്നേ തോറ്റ് നാണവും മാനവും ഇല്ലാതെയാണ് എന്റെ അമ്മ നിൽക്കുന്നത്. അല്ലേ അമ്മ? എടാ, ഞാൻ തോറ്റ് തന്നെ തോറ്റ്. അതിനാ നാണുവമ്മാവിനെ എന്തിനാ ഇതിനകത്ത് വലിച്ചാക്കുന്നത്? നാണവും മാനവും ഇതൊന്നും അല്ല കാര്യം. അമ്മ തോറ്റതിന് കാരണം അമ്മയുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. അയ്യോ, അവിടെ കയ്യിലെന്തോ ഇരിക്കുന്നേ. അമ്മ അല്ല ചേച്ചി, ഈ ലഡു ഇത് അമ്മ തന്നെ തിന്നണം, ആര് തിന്നില്ലേ? കാരണമുണ്ടല്ലോ, ഇവിടുന്ന് ജയിച്ച സ്ഥാനാർത്ഥിയില്ലേ, അവിടെ ജംഗ്ഷനിൽ നിന്ന് ലഡു വിതരണം ചെയ്തപ്പോ അവിടുന്ന് തന്നതാ. എന്നാ പുളിയാണോ ഇതിന്? എന്താ പുളിയാ? താത്ത മുന്തിരി പൊളിക്കോ അമ്മ? അമ്മ എട് തിന്നത് എങ്ങനെ എടുക്കും? ലഡു എടുക്കുന്ന കാര്യമല്ല, 25,000 രൂപ ഇങ്ങി എടുക്ക്. ഒരു ലഡുവിന് 25,000 രൂപ വിലയിട്ട നീ എന്റെ വയറ്റിൽ പറഞ്ഞോടി. അമ്മ എന്റെ മുന്നിൽ ഇരുന്ന് വെറുതെ നാടകം കളിക്കരുത്. ലഡുവിന്റെ 25,000 രൂപയല്ല, പിന്നെ അമ്മയുടെ ഇലക്ഷന്റെ ചെലവിന് വേണ്ടിട്ട് എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അമ്മ കടം മേടിച്ച 25,000 രൂപ കൊണ്ടല്ലാതെ ആ വീട്ടിൽ കേറരുതെന്നാ ചേട്ടൻ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് ആ പൈസ എണ്ണി എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടണം. ഒരു കാര്യം പറയട്ടാ, എനിക്ക് 25,000 രൂപ വരെ എണ്ണ അറിയത്തില്ല. ഓക്കെ, അമ്മ എണ്ണി തരണ്ട. അമ്മ അതെനിക്ക് ജിപേയിൽ ഇട്ടാ മതി. സമ്മേളനത്തിന് പോയ ജീപ്പിന്റെ കാശ് പോലും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ അവിടെ ജീപ്പയിലോട്ട് ഇടാൻ
ജീപ്പ് വണ്ടിയിൽ ഇടുന്ന കാര്യമല്ല, പിന്നെ? ഗൂഗിൾ പേയിലോട്ട് ഇട്ടാ മതി എന്നാ പറഞ്ഞത്. അത് ജീപ്പയിലിടണോ ലോറി ഇടണോ ഞാൻ തീരുമാനിച്ചോളാം. അല്ലേ അമ്മ? എടാ നീ ഒറ്റ ഒരുത്തനാടാ ഈ അമ്മ ഇവിടെ തോറ്റു നിൽക്കാൻ കാരണം. ഞാൻ കാരണം എങ്ങനെയാ അമ്മ നോക്കണ? നീ അമ്മ പറയുന്നതിനല്ല യെസ് മൂളിയിട്ട്. പിന്നെ ഞാൻ നോ മുള്ളായിരുന്നാ? നീ മുള്ളോ എന്നാന്ന് വെച്ചാ ചേട്ടാ. എടാ ഞാൻ തോറ്റതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? അയ്യോ